ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സിൻ്റെ വീഡിയോസാണ്. നമുക്ക് ഈ ഒരു മഴ സമയത്തൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് ഈച്ച, കൊതുക്, അതുപോലെ ചെറിയ ചെറിയ പ്രാണികളൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് കൂടുതലായിട്ടും നമുക്ക് കിച്ചൺ ഏരിയയിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യം വളരെ കൂടുതലാണല്ലോ ഈ ഒരു ടൈമിൽ. അപ്പോൾ നമുക്ക് അതിനൊക്കെ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ടിപ്സാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഇതുപോലുള്ള സെല്ലോ ടേപ്പാണ് കേട്ടോ. അതാ ഈ ഒരു കളറിലെ സെല്ലോ ടേപ്പ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ വേണ്ടത്. കുറച്ച് വീതി കൂടിയ ടൈപ്പിലുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു ബുക്കിൻ്റെ ഈ ഒരു പ്രസ് ബോർഡ് ഉണ്ടല്ലോ, അതും കൂടി. ബുക്കിൻ്റെ പ്രസ് ബോർഡ് വേണമെന്നില്ല, അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കട്ടിയുള്ളൊരു പ്രസ് ബോർഡ് ആയാലും മതി. അപ്പോൾ അതുപോലെ എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ ഈ ഒരു സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് ആ ഒരു പ്രസ് ബോർഡിലേക്കൊന്ന് ആക്കി കൊടുക്കണം. ഇതിൻ്റെ ആ ഒരു പശ വരുന്ന ആ ഭാഗം മുകളിലേക്കാകുന്ന രീതിയിൽ വേണം കേട്ടോ ഇത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് കറക്റ്റ് ആ ഒരു നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മടക്കി ആ ഒരു ഭാഗത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ടാക്കി വെക്കുക. ഇതുപോലെ ആ ഒരു പ്രസ് ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കൊരുപാട് പൈസ എന്നും ചിലവില്ലാതെ കൊതുകിനെയും ഈച്ചേനെയും ഒക്കെ പിടിച്ചെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ ഇത്. അല്ലാതെ നമ്മൾ കാശ് കൊടുത്തിട്ട് ഇതൊക്കെ വാങ്ങി വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്കിതുപോലെ പല്ലി പാറ്റാനൊക്കെ തുരുത്താനായിട്ട് പല പല മാർഗ്ഗങ്ങളുണ്ടല്ലോ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ഒട്ടും തന്നെ കാശ് ചിലവൊന്നും ഇല്ലാതെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കണ്ടു നോക്കുക. ഈ ഒരു സെല്ലോ ടേപ്പും അതുപോലെ തന്നെ പ്രസ് ബോർഡൊക്കെ നമ്മുടെ വീട്ടിൽ എന്തായാലും ഉണ്ടാകുമല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ഈച്ചയൊക്കെ പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് ഫുള്ളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ജീരകമാണ് കേട്ടോ. നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, ഈ ചെറിയ ജീരകം ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ എല്ലായിടത്തും കുറച്ചധികമായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് ഒരുപാടങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കേണ്ട, എങ്കിലും എല്ലായിടവും ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. കുറച്ചധികം ഇട്ട് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം നമുക്ക് കടുകാണെങ്കിലും ചേർത്ത് കൊടുക്കാവേ. ഞാനിപ്പോൾ ഇതിലേക്ക് ജീരകമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരുവിധം എല്ലായിടത്തും നന്നായിട്ട് തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൊടികളൊന്നും ചേർക്കരുത് കേട്ടോ. പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പശപ്പങ്ങ് വിട്ട് പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പിടിച്ചിരുന്നോളും. അപ്പോൾ ഞാൻ ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളൊന്ന് കട്ടാക്കി എടുക്കണം. ഇതിപ്പം ഒരു ചെറിയ വലിപ്പത്തിലായിട്ട് ഇങ്ങനെ കുറച്ച് സ്ക്വയറിൽ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു വലിപ്പത്തിൽ ഞാനിങ്ങനെ ഒന്ന് കട്ടാക്കി എടുക്കുന്നുണ്ട്. നമുക്കപ്പം എത്രയൊക്കെ സ്ഥലത്ത് വെക്കണോ ആവശ്യമുണ്ടോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങ് നീളത്തിലാക്കി എടുക്കേണ്ട, ചെറിയ പീസാക്കി എടുത്താൽ മതിയാകുമേ. എങ്കിലൊന്ന് കറക്റ്റായിട്ട് ഒട്ടിയിരിക്കത്തുള്ളൂ. ഒത്തിരി അങ്ങ് വലിയ പീസാക്കി നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതങ്ങ് പശയൊക്കെ ഇളകി താഴെ വീഴാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പീസ് വലിപ്പത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ നേരെ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മുടെ കിച്ചൺ കബോർഡിലേക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇവിടെ ഈച്ച ശല്യമോ പാറ്റ ശല്യമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ചെറിയൊരു പോർഷൻ ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്കതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. രാത്രി സമയത്തൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ ആകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നന്നായിട്ട് അറിയാനായിട്ട് പറ്റുമേ. അതുപോലെ എവിടെയൊക്കെ വെക്കണോ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ കിച്ചൻ്റെ ആ ഒരു വാളിലാണ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കി വന്നിട്ടുള്ള ഈ ഒരു പോർഷൻ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഈ ഗ്യാസിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പാറ്റ, പല്ലി, അതുപോലെ തന്നെ ഈച്ചയൊക്കെ വരാനായിട്ട് നല്ല ചാൻസ് ഉള്ളതല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് രാവിലെ ആകുമ്പം അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. ഇതിപ്പോൾ നമ്മുടെ എക്സ്പയർ ആയിട്ടുള്ള ടാൽക്കം പൗഡറാണ്. ടാൽക്കം പൗഡർ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ ഇത്. നമുക്ക് ഇതൊരു ബൗളിലേക്ക് കുറച്ചധികം എടുത്ത് കൊടുക്കാം. നമുക്ക് എക്സ്പയറൊക്കെ ആയി കിടക്കുന്ന ഇതുപോലുള്ള പൗഡറൊക്കെ വെറുതെ കളയാതെ നമുക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പേസ്റ്റാണ്. ഞാൻ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് മതി. അപ്പം ഇത് പൗഡറിലേക്ക് കുറച്ച് പേസ്റ്റും കൂടെ ആക്കി കൊടുക്കാം. നമ്മുടെ ആവശ്യം എത്രയാണോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പൗഡറിലേക്ക് ഞാൻ ഒരു അല്പം മാത്രമാണ് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. ഒരു അല്പം ബേക്കിംഗ് സോഡയും കൂടി ഈ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് പേസ്റ്റും അതുപോലെ ടാൽക്കം പൗഡർ, നമ്മുടെ
സോഡാപ്പൊടി, അതുപോലെ നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ അളവിൽ എണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണേ. അപ്പോൾ നന്നായിട്ട് തന്നെ ഈ ഒരു മിക്സ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. എല്ലാം കൂടി നല്ലതുപോലെ ഒരുപാടങ്ങ് വെള്ളമായി പോകണ്ട, ചെറുതായിട്ടൊന്ന് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ ഈ ഒരു മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഒരു പേസ്റ്റ് രൂപത്തിൽ വേണം ആക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ എണ്ണ ഒരുപാടൊന്നും ഒഴിക്കരുത്. അപ്പോൾ ഇത് നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റ് നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത്. ഈ ഒരു പേസ്റ്റ് നമുക്ക് കൂടുതലായിട്ടും യൂസ്ഫുൾ ആകും നമ്മുടെ പല്ലിയുടെ ആ ഒരു ശല്യമൊക്കെ ഒഴിവാക്കാനായിട്ടാണ്. അപ്പോൾ നമുക്കിതിൽ നിന്നും കുറേശ്ശെ എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു സെല്ലോ ടേപ്പിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് എവിടെയാണോ നമുക്ക് പല്ലി ശല്യം കൂടുതലായിട്ടുള്ളത് ആ ഒരു ഏരിയയിലേക്ക് ഇതങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വീണ്ടും ഇത് കിച്ചൺ കബോർഡിലേക്ക് തന്നെയാണ് കേട്ടോ ഒരു പീസ് വെച്ച് കൊടുക്കുന്നത്. അത് ഈ ഒരു ഏരിയയിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പല്ലിയുടെ ശല്യമൊക്കെ ഉള്ളതാണ്. രാത്രി ആകുമ്പോഴേക്ക് നമുക്ക് നന്നായിട്ട് അറിയാനായിട്ട് പറ്റും. ഈ ഒരു പല്ലിയും പാറ്റയൊക്കെ നമുക്ക് കിച്ചണിലേക്ക് ചുമ്മാ ഇങ്ങനെ ഓടി നടക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഡോറിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പല്ലി ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെയാണോ ഈ ഒരു പല്ലി ശല്യം ഉണ്ടാകുന്നത് ആ ഒരു ഏരിയയിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല യൂസ്ഫുള്ളായിരിക്കും. പിന്നെ നമുക്ക് ഈ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡ് യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ യൂസ് ചെയ്യുക. ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ക്ലീനിങ്ങിനായിട്ട് നമുക്കിത് എടുക്കാം കേട്ടോ. നമ്മുടെ കിച്ചൺ സിങ്ക് കഴുകാനും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പൊക്കെ തുടയ്ക്കാനായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലിക്വിഡാണിത്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലതുപോലെ തന്നെ ഒന്ന് പതഞ്ഞ് വരും. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് കിച്ചൺ സിങ്ക് വാഷ് ചെയ്യാനായിട്ടാണ്. ഈ ഒരു മിക്സ് ഞാൻ നന്നായിട്ട് തന്നെ ഇതിലേക്ക് ലിക്വിഡും അതുപോലെ തന്നെ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം സിങ്കിലേക്കൊന്ന് ഒഴിച്ച് വെക്കാം. ഇതിപ്പോൾ കിച്ചൺ സിങ്കിലേക്ക് കുറച്ച് സമയം ഒന്ന് ഒഴിച്ച് വെച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് തന്നെ നീറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് ആ ഒരു കറയൊക്കെ ഇളകി വരാനായിട്ട് നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ബാലൻസ് വന്നിട്ടുള്ള ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് തന്നെ ഈ ഒരു സിങ്ക് ഒന്ന് കഴുകി വെളുപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചധികം നേരം ആയിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഉരച്ച് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ ഒരു നെയ്യിൻ്റെയോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ മീനൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടാണല്ലോ മീനൊക്കെ വെട്ടുന്നതും ഇറച്ചി കഴുകുന്നതും ഒക്കെ ആയിട്ട് തന്നെ നമ്മുടെ ഈ കിച്ചൺ സിങ്കിലായതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നെയ്യൊക്കെ നല്ല രീതിയിൽ ഇതിൻ്റെ ഉള്ളിലായിട്ടാണെങ്കിലും ഉണ്ടാകും. നമ്മളിതുപോലെ തന്നെ നന്നായിട്ട് തേച്ച് കഴുകി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു അഴുക്കൊക്കെ പോയി നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിക്കോളും. നമുക്ക് ഒരുപാട് കാശ് ചിലവൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കുറേ അധികം ടിപ്സാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കിയിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു കൊതുകിൻ്റെയും ഈച്ച പാറ്റ പല്ലി എല്ലാത്തിൻ്റെയും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് വൃത്തിയാക്കാനും ഒക്കെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെ നല്ല നീറ്റായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ സിങ്ക് ക്ലീൻ ചെയ്യാനായിട്ട് പുതിയ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ കിടന്നോളും. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ അഴുക്കൊക്കെ പോയി നല്ല നീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ടിപ്പ്. ഇനി നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ടിപ്പാണ് കേട്ടോ. ഇത് കൂടുതലായിട്ടും പാറ്റ ശല്യം ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഈ എക്സ്പയർ ആയിട്ടുള്ള ഈ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, ഇത് നമുക്ക് സിങ്കിലേക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് രാത്രി സമയങ്ങളിൽ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെയുള്ള പാറ്റയുടെ ശല്യമൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഒഴിവാക്കാനായിട്ട് പറ്റുമേ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത പുതിയ പുതിയ ടിപ്സും വ്ളോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.